ഡേ 24 ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കീറ്റോ ഫ്ലൂവിനെ പറ്റി അറിയാൻ പോകുന്നത്. കീറ്റോ ഫ്ലൂ എന്താണ് അതിൻ്റെ സിംറ്റംസ് ആൻഡ് ഹൗ ടു ഗെറ്റ് റൈഡ് ഓഫ് ഇറ്റ്. ഇതിനെപ്പറ്റി നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഡിസഡ്വാൻറ്റേജസ് ഓഫ് കീറ്റോയിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പോയിൻ്റായിട്ട് നമ്മുടെ പോയിൻ്റ് ഇത്തിരി വാസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ആ ഒരു വീഡിയോയിൽ ഒഴിവാക്കിയത്. അപ്പോൾ ഈ സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് എന്താണ്, കീറ്റോനെ പറ്റിയല്ലേ. നമ്മൾ കീറ്റോനെ പറ്റി എന്താ അറിഞ്ഞതെന്ന് വെച്ചാൽ കാർബ്സ് ഇൻടേക്ക് വെരി ലോ ആക്കി ഫാറ്റ് ഇൻടേക്ക് കൂട്ടി മോഡറേറ്റ്ലി പ്രോട്ടീൻ കഴിക്കുന്നതാണ് കീറ്റോ. ഓക്കെ, ആൻഡ് നമ്മൾ ആ ഒരു പ്രോസസ്സ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കീറ്റോസിസ് ആകും. ഒരാൾക്ക് സാധാരണമായിട്ട് കീറ്റോസിസ് അച്ചീവ് ചെയ്യാൻ 5 തുടങ്ങി 7 ദിവസം എടുക്കും. ചിലവർക്ക് അത് വീക്സ് ആകാം, ചിലവർക്ക് അത് മന്ത്സ് ടുഗദർ ആകാം. സോ ഇങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് എത്തുന്ന ഒരു സമയത്ത് കോമൺലി കണ്ടുവന്ന ഒരു ചില സിംറ്റംസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കീറ്റോ ഫ്ലൂ അല്ലെങ്കിൽ കാർബ് ഫ്ലൂ എന്ന് പറയാറ്. സിംറ്റംസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഹെഡ് ഏക്ക്, കോൺസ്റ്റിപ്പേഷൻ, ഡയേരിയ, ഫുഡ് ക്രേവിങ്, ഹങ്കർ, നോഷ്യ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും. ഇതിനെപ്പറ്റിയൊക്കെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, ഡയേരിയ അങ്ങനെയൊക്കെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉള്ളൊരു ഫാറ്റ് ഇൻടേക്ക് കൂട്ടിയതുകൊണ്ട്, നമ്മൾ യൂഷ്വലി കാർബ്സ് എല്ലാം എടുക്കാറ്, ഫാറ്റ് ഇൻടേക്ക് കൂട്ടിയതുകൊണ്ട് നമുക്ക് ഡയേരിയ വരും. ടോട്ടലി നമ്മൾ വെള്ളം കുറക്കണതുകൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ വരും. ഫൈബറും ഇൻടേക്ക് അതിൻ്റെ ഒപ്പം തന്നെ കുറവായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ബോഡി ഇതിലായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നവരും നമുക്ക് വീക്ക്നെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. വർക്കൗട്ട് ചെയ്യാനും ഒന്ന് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ അടക്കം നമുക്ക് ടയർഡായിരിക്കും. ഈ സിംറ്റംസൊക്കെ പല ആൾക്കാർക്കും പല രീതിക്കാണ് എഫക്റ്റ് ആകുന്നത്. ഇത് മാക്സിമം നമുക്ക് ഒരു 5 to 7 days ഞാൻ പറഞ്ഞ പോലെ മാറിപ്പോകും. ചിലവർക്ക് അത് വീക്സ് ടുഗദർ ആവും, ചിലവർക്ക് അത് മന്ത്സ് ടുഗദർ. ഈ സിംറ്റംസ് എക്സ്റ്റെൻഡായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫോർ ഷുവർ യു നീഡ് ആൻഡ് മെഡിക്കൽ അറ്റൻഷൻ. ആൻഡ് ഈ കീറ്റോ എന്ന് പറഞ്ഞുള്ള പരിപാടി നിർത്തേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള വല്ല ഡയറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വേറെ ഡയറ്റ് എന്തൊക്കെയല്ലേന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഞാൻ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ അറിയാൻ പോണത് ഹൗ ടു ഗെറ്റ് റൈഡ് ഓഫ് കീറ്റോ ഫ്ലൂ എന്നാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേ ഹൈഡ്രേറ്റഡ്. കീറ്റോ ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടർ ഇൻടേക്കും ഹൈഡ്രേഷൻ ലെവലും അത്രയും ഹൈ ആയിരിക്കണം. അതൊരു മെഡിസിൻ ഇൻടേക്ക് പോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കീറ്റോ ചെയ്യുമ്പോൾ നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. അങ്ങനെ വന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്ത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ മസിൽ ക്രാംസും തളർച്ചയും ഒഴിവാക്കാൻ പറ്റും ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന കാരണം. ഒരു പക്ഷേ കീറ്റോ ഫ്ലൂ കാരണം നിങ്ങൾക്ക് ഡയേറിയയും കാര്യങ്ങളൊക്കെ ആകണമെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ബോഡി ഫ്ലൂയിഡ്സ് കുറയും. അപ്പോൾ നമ്മൾ ഇഫ് യു ആർ ഹൈഡ്രേറ്റഡ് നമുക്ക് അതിൽ നിന്നും ഇത്തിരി കുറവ് കിട്ടും. രണ്ടാമത്തേതെന്ന് വെച്ചാൽ നമ്മൾ ഈ കീറ്റോസിസിലോട്ട് ഷിഫ്റ്റ് ആകണ ആ ഫസ്റ്റ് വീക്ക്, ആ ഒരു പർട്ടിക്കുലർ വീക്കിൽ അധികം എനർജി യൂസ് ആകണ പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാണ്ടിരിക്കുക, ലൈക്ക് ലിഫ്റ്റിംഗ് ഹെവി അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് പകരമായിട്ട് കാർഡിയോയിൽ ഫോക്കസ് ചെയ്യുക. വാക്കിങ്ങോ റണ്ണിങ്ങോ സ്കിപ്പിങ്ങോ സൈക്ലിംഗ് അതുപോലെയുള്ള മൈന്യൂട്ട് എനർജി എക്സ്പെൻഡിച്ചർ വന്ന പോലത്തെ ഉള്ള ആക്ടിവിറ്റീസ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലോ എനർജി ആയിരിക്കും, ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഫസ്റ്റ് വീക്ക് ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്യാൻ പറയണത്. ആൻഡ് തേർഡ് വൺ എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ് ഇലക്ട്രോലൈറ്റ്സ്. നമുക്ക് ഒരു കീറ്റോ ഫ്ലൂവിൻ്റെ സമയത്താണെങ്കിലും നമുക്ക് വാട്ടർ ഇൻടേക്ക് കുറവാണെങ്കിലും യൂറിൻ ഔട്ട്പുട്ട് കൂടുതലാണെങ്കിലും നമുക്ക് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് വളരെ കുറവായിട്ട് ആകാറാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ റീപ്ലനിഷ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് നമുക്ക് ടയർഡ്നെസ് നല്ലോണം കുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആയിട്ടുണ്ടാകും, അപ്പോൾ ഇലക്ട്രോലൈറ്റ്സിൽ അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈ ഇൻ പൊട്ടാഷ്യം, മഗ്നീഷ്യം ഉള്ള പോലത്തെ ഫുഡ് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റോ അല്ലെങ്കിൽ ജ്യൂസോ നിങ്ങൾ ഇൻടേക്ക് ആക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ നല്ലൊരു വെയിറ്റ് ലോസ് കണ്ടുവരുമ്പോഴത്തേക്കും ഈ ഫാറ്റ് ഇൻടേക്കും കൂടി കുറച്ചാൽ നമുക്ക് ഇത്തിരി കൂടി നല്ലൊരു വെയിറ്റ് ലോസ് കിട്ടൂലേ എന്നുള്ളൊരു ആഗ്രഹത്തിൽ അവർ ഫാറ്റ് ഇൻടേക്കും കൂടി അങ്ങോട്ട് കുറക്കും. നമ്മുടെ ഡയറ്റ് പ്യുവർലി ഒരു ഗുഡ് ഫാറ്റ് ഇൻടേക്കിലാണ് നമ്മൾ ഈ ഡയറ്റ് വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ കാർബ് ഇൻടേക്ക് കുറക്കുമ്പോൾ നമ്മൾ ഫാറ്റ് ഇൻടേക്ക് കൂട്ടണത് ഇറ്റ്സ് ഫോർ എ പർട്ടിക്കുലർ റീസൺ. അപ്പം നമ്മൾ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് തന്നെ ഒരു നല്ല ഒരു 8 പണിയാണ് കൊടുക്കണം. സോ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈറ്റ് വെൽ, സ്ലീപ്പ് വെൽ ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ.